സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട അവലോകനങ്ങളും വിശകലനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അങ്ങ് ദേശീയ രാഷ്ട്രീയവും ഇന്നലെ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും എന്തായിരുന്നു വോട്ടർമാരുടെ മനസ്സിലെന്ന് കണ്ട ഒരു ദിവസമാണ്. ജാർഖണ്ഡ് ഒപ്പം തന്നെ മഹാരാഷ്ട്ര മുന്നോട്ടുള്ള സർക്കാർ രൂപീകരണ ചർച്ചകൾ അടക്കമുള്ള വിഷയങ്ങളുടെ വിശദമായ വിവരങ്ങളുമായി സിബി ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. കാവ്യ, ഗുഡ് മോർണിംഗ്. ജാർഖണ്ഡിൽ ജെഎംഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം വലിയ തോതിലുള്ള വിജയം, മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. വലിയ തർക്കങ്ങൾക്കൊന്നും ഇട നൽകാതെ മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച തീരുമാനമൊക്കെയും വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിലെ സ്ഥിതി അതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷിൻഡെ പക്ഷവും ശരത് പവാർ പക്ഷവും ഇപ്പോൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഒപ്പം തന്നെ എതിർവിഭാഗങ്ങൾക്ക് എങ്ങനെ തിരിച്ചടി ഉണ്ടായി എന്ന വലിയ ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെയും നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെ വേണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അവലോകനം ചെയ്യാൻ, സിബി? കാവ്യ, തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഉണ്ടായത്, ഈ മഹായുദ്ധി സഖ്യത്തിലുണ്ടായത് വളരെ വലിയൊരു വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് BJPക്ക് അവിടെ വളരെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താനായി. ആ ഒരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. 26-ാം തീയതി, അതായത് ഈ മാസം 26-ാം തീയതി തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരണം. പഴയ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണമെല്ലാം തന്നെയും പൂർത്തിയാക്കുമെന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്കറിയാം, മുഖ്യമന്ത്രിയായി ഏകനാഥ് ഷിൻഡെ, ഈ ശിവസേന ഷിൻഡെ വിഭാഗം തന്നെ തുടരുമോ എന്ന കാര്യമെല്ലാം തന്നെയും ഇനി വരും മണിക്കൂറുകൾ വ്യക്തമാകും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് അവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 134 സീറ്റിലും BJPക്ക് തന്നെ ഒറ്റയ്ക്ക് അവിടെ വിജയിക്കാനായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഉപമുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന ഒരു തീരുമാനമൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം മറ്റാർക്കും നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് BJP ദേശീയ നേതൃത്വം എത്തിയെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെങ്കിൽ പോലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മഹായുദ്ധി സഖ്യം ഒരുമിച്ച് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴെല്ലാം തന്നെയും ഈ മഹായുദ്ധി സഖ്യത്തിലെ നേതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് ഇവർ ഇന്നലെ അറിയുന്നത്. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രിയാകാനുള്ള ഒരു താല്പര്യം ഇരുപക്ഷവും, പ്രത്യേകിച്ച് ഏകനാഥ് ഷിൻഡെ വിഭാഗവും NCPയുടെ അജിത് പവാർ എല്ലാം നിലയും നേരത്തെ തന്നെ പ്രകടമാക്കിയാണ്. പ്രത്യേകിച്ച് അജിത് പവാറിൻ്റെ ഭാര്യ തന്നെ ഇന്നലെ രംഗത്തെത്തുകയും അജിത് പവാറിന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവകാശമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അജിത് പവാർ ആകുമെന്നെല്ലാം നിലയും അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാർ ഇന്നലെ തന്നെ ഒരു പ്രസ്താവന ഇറക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൂടാതെ BJPയിൽ ദേവേന്ദ്ര ഫട്നാവിസിന് വീണ്ടും ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന് ഇന്നലെ BJP MLA ഇന്നലെ ആവശ്യപ്പെട്ട പ്രവീൺ ദലേക്കർ ഇന്നലെ ആവശ്യപ്പെട്ടു. അങ്ങനെയെല്ലാം തന്നെയും ഈ ഇത്തരത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചകളും പിടിവലിയും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ BJPയെ സംബന്ധിച്ച് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം നൽകാനുള്ള സാഹചര്യമില്ല. 2020 തന്നെയും ഈ കഴിഞ്ഞ 2019 ശേഷം 2 തവണ മഹാരാഷ്ട്രയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും NCPയും അതോടൊപ്പം തന്നെ ഈ ശിവസേനയും എല്ലാം തന്നെയും പിളർന്ന ശേഷം മഹാവികാസ് അഘാഡിക്കും മഹായുദ്ധി സഖ്യത്തിനെല്ലാം തന്നെയും ഇത്തരത്തിൽ ഭരണങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ ആ സമയത്ത് ഈ ഇരുപക്ഷത്തിലും BJPക്ക് വ്യക്തമായ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകനാഥ് ഷിൻഡെയ്ക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടി വന്നു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ മാറി. വലിയ മൃഗീയമായ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം BJP തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. മറ്റൊന്ന് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ഈ ഹേമന്ത് സോറൻ അല്ലാതെ മറ്റൊരു പേര് ജാർഖണ്ഡിൽ പറയാനില്ല. മാത്രമല്ല, JMMൻ്റെ വലിയൊരു മുന്നേറ്റം ജാർഖണ്ഡിൽ കണ്ടു. അവിടെ BJP നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആദിവാസി വോട്ടുകളിലുള്ള സ്വാധീനം തങ്ങൾക്ക് തന്നെയാണെന്ന് JMM വീണ്ടും ആവർത്തിക്കുകയാണ്. കോൺഗ്രസ് അവിടെയും വളരെ വലിയൊരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാൻ കഴിയില്ല. 30 സീറ്റിൽ മത്സരിച്ചെങ്കിലും 16 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് അവിടെയും വിജയിക്കാൻ കഴിഞ്ഞത്.
എങ്കിൽ പോലും അവിടെ മറ്റുള്ള RJD അടക്കം എല്ലാ നിലയും 5 സീറ്റ് മത്സരിച്ച RJD 6 സീറ്റ് മത്സരിച്ച RJD 4 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. CPI ML 2 സീറ്റിൽ മത്സരിച്ച 2 സീറ്റിൽ വിജയിച്ചു. അങ്ങനെ മറ്റുള്ള ഈ സഖ്യകക്ഷി എല്ലാ നിലയും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും JMMൽ ഹേമന്ത് സോറിൻ്റെ പേരല്ലാതെ മറ്റൊരു പേര് കേൾക്കുന്നില്ല. എങ്കിലും അദ്ദേഹം ദില്ലിയിലെത്തി ഇനി മറ്റുള്ള സഖ്യ നേതാക്കളുമായിട്ട് എല്ലാ നിലയും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണവും ഇനി മന്ത്രിപദങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലെല്ലാം നിലയും പങ്കിട്ടുകൊണ്ടുള്ളൊരു ചർച്ചകൾ നടക്കുക. എന്തായാലും ജാർഖണ്ഡിൽ ജനുവരി വരെ സമയമുണ്ട് പുതിയ മന്ത്രിസഭ അധികാരം ഏൽക്കാൻ വേണ്ടി. എന്തായാലും വളരെ വലിയൊരു വിജയമാണ് ജാർഖണ്ഡിൽ JMM നടത്തിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഹേമന്ത് സോറിനെല്ലാം നിലയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലടയ്ക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. അതിനെല്ലാം നിലയും ഒരു വളരെ വലിയ മധുര പ്രതികാരമാണ് ഹേമന്ത് സോറൻ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നൽകിയതെന്നും പറയേണ്ടി വരും. മാത്രമല്ല BJPയുടെ മുഴുനീള വർഗീയ പ്രസംഗത്തിനും വിദേശ പ്രചരണത്തിനും എല്ലാ നിലയും വളരെ വലിയ തിരിച്ചടി ഈ ആദിവാസി ഗോത്ര മേഖലയിലും BJPക്ക് ലഭിച്ചു. ചമ്പൈ സോറിനെ അടക്കം പാളയത്തിൽ എത്തിച്ചിട്ടും BJPക്ക് ഒന്നും ചെയ്യാനായില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഒരു ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഈ വരും മണിക്കൂറിൽ ഏറ്റവും നിർണായകമാണ്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷികളുമായി തല്ലുപിടിച്ച് 102 സീറ്റിലാണ് കോൺഗ്രസ് അവിടെ മത്സരിച്ചത്. വെറും 16 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും അത് ദേശീയ തലത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ യാതൊരു രാഷ്ട്രീയവും തനിക്ക് അറിയില്ല എന്ന് വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നോക്കിയാൽ ഹരിയാന നോക്കിയാലും ജമ്മു കാശ്മീർ നോക്കിയാലും എല്ലാം തന്നെയും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് അവിടെ ലഭിച്ചത്. സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയും അവിടെ പിടിവാശി കാണിക്കുകയും ഈ BJPക്കെതിരായ സഖ്യകക്ഷികളെ അല്ലെങ്കിൽ മതേതര കക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് നിർത്താതെ ആ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങുന്നു. പിന്നീട് ആ സീറ്റിലെല്ലാം തന്നെയും തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് മഹാരാഷ്ട്രയിലും വളരെ വലിയ രീതിയിൽ എന്നുള്ളത് ഏറ്റവും താഴേക്ക് നിലംപൊത്തി എന്ന് തന്നെ പറയേണ്ടി വരും. വെറും 16 സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായും ഇനി കോൺഗ്രസിൽ KC വേണുഗോപാൽ ദുർബലമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു എഫക്റ്റും മഹാരാഷ്ട്രയിൽ ഉണ്ടായില്ല എന്നുള്ളതും ഏറെ പ്രധാനമാണ്. വളരെ ഞെട്ടിക്കുന്ന, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും അത് കോൺഗ്രസിനുള്ളിൽ ഇനിയിപ്പോൾ അത് വളരെ വലിയ പാളയത്തിൽ പടയ്ക്കും വലിയ സംഘർഷത്തിനും എല്ലാം തന്നെയും കാരണമാകും. ആ ഒരു പാർട്ടിക്കുള്ളിൽ ഇനിയും ഏറെ ഓരോ തോൽവി നടക്കുമ്പോഴെല്ലാം തന്നെയും കൂടുതൽ പഠിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോഴും ഓരോ ഇടതുകളിലും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. നമുക്കറിയാം ഹരിയാനയിൽ വനിതാ തോൽവി വാങ്ങിയ വനിതാ സ്ഥാനത്തെ KC വേണുഗോപാൽ അടക്കമെല്ലാം തന്നെയും പ്രത്യേകം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം നിർത്തിയതാണെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ അവിടുത്തെ ചില മാധ്യമപ്രവർത്തകരടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ദേശീയ നേതൃത്വം KC വേണുഗോപാൽ അടക്കം വീണ്ടും വിശ്വസിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ വീണ്ടും തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നു. സ്വാഭാവികമായും അവിടെ ഇനി KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തല എല്ലാം തന്നെയും ഭാവിയും ഏറെ പ്രധാനം തന്നെയാണ്. കാവ്യ.